നോൺ വെജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നോൺ വെജിന്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ സോയാ ചങ്ക്സ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയാ ചങ്ക്സ് ഞാനിവിടെ ഒരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കൈകൊണ്ട് നല്ലതുപോലെ നെക്കി പിഴിഞ്ഞ ശേഷം 2-3 പ്രാവശ്യം ഒന്നും കൂടി കഴുകി ഇതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കും. ഒരു സവോള 2 പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുത്ത ശേഷം സവോള നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്കും അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്കൊക്കെ ചേർത്ത്. ഇനി പൊടികൾ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കും. തക്കാളി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് സോയ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെച്ചേക്കാവേ. സോയൊക്കെ നല്ലതുപോലെ വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പരുവത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറിയുടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അതുപോലെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. പത്രമുള്ള കേട്ടോ.